ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചൂലാട് ഓമനക്കാഴ്ച ചെയ്യുന്ന കേട്ടോ. കുമ്മം 10 പയ്യാവൂർ ഊട്ടുത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചൂളിയാട് ദേശവാസികളോട് ഓമനക്കാഴ്ച കാണാൻ വേണ്ടി പോക്കാന്ന്. ഇപ്പം അമ്മമ്മ ഒറ്റക്കായുണ്ട്, അടുത്തിവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, തോർത്തെല്ലാം കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ നല്ല ഉറക്കം, അതാ ഞാൻ കാണിക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഗീതാൻ്റെ ഇന്നലെ വന്നിനേനു. അപ്പോൾ ഗീതാൻ്റെയും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോയി, അനിയനും പോയി. ഏകദേശം ഒരു 10:15 കാഴ്ച ഇടുന്ന് തുടങ്ങും കേട്ടോ. ഇവിടെ ഒരു കാവുണ്ട്, തടത്തിൽ കാവ്. അപ്പോൾ അവിടെ നിന്നാണ് ഓമനക്കാഴ്ച തുടങ്ങുന്നത്. 3-4 സ്ഥലത്തും കൂടിയും കാഴ്ചയുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് അടുവപ്പുറത്തോട്ട് ഇങ്ങനെ പയ്യാവൂരേക്ക് പോവുക. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കാൽനടയായിട്ടാണ് നമ്മളെ ഓമനക്കാഴ്ച പോവുക. നമ്മളെ ചൂളിയാടിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം കേട്ടോ. ചൂളിയാട് വരുന്നത് മലപ്പുറം പഞ്ചായത്തിലാണ്. കഴിഞ്ഞ ദിവസം പിറന്നാളിന് അടുത്ത് വന്ന ടീഷർട്ട് ചെയ്തേട്ടാ, അത് ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പയ്യാവൂർ വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അടുത്തേ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഇന്നലെ രാത്രി പയ്യാവൂർ അമ്പലത്തിൽ പോയതിനു. അപ്പോൾ വരുമ്പോൾ ഏകദേശം 1 മണിയായിന്. അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് ഇപ്പം കാഴ്ച തുടങ്ങും. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമില്ല കേട്ടോ. ഇത് നമ്മൾ 2 ചങ്ങായിമാർ, നവ്യാട്ടനും നിധിയും. അപ്പോൾ ഇവരിപ്പോൾ അനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് അന്നെയും കൂട്ടിയിട്ട് പോകുന്ന കേട്ടോ. ആ ഇന്നുണ്ട് ഉഷാറല്ലേ? അടിപൊളി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇന്നത്തെ ദിവസം ഇവിടെ ലീവാക്കി വരും കേട്ടോ. ഗൾഫിലെ ആൾക്കാരും മിലിറ്ററിക്കാരും കല്യാണം കഴിച്ചിട്ട് ഇവിടുന്ന് ചൂലാട് നാട്ടിൽ നിന്ന് പോയ ആൾക്കാരിലും ഇന്നത്തെ ദിവസം ഇവിടെ എന്തായാലും വരും. എല്ലാവരും വീട്ടിൽ നല്ല സദ്യയും കാര്യങ്ങളിലായിരിക്കും. വലിയൊരു ഉത്സവം തന്നെയാണ്. നിങ്ങളൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു ഉത്സവം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണും കേട്ടോ. ഓമനക്കാഴ്ച പയ്യാവൂർ അപ്പനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഓമനക്കാഴ്ച എടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കാൽനടയായിട്ടാണ് ഈ ഓമനക്കാഴ്ച പയ്യാവൂരേക്ക് പോകുന്നത്. രാവിലെ ഇടുന്ന ഒരു 10:15 വിട്ടാൽ വൈകുന്നേരം ഒരു 5 മണിയാവും പയ്യാവൂർ എത്താൻ കേട്ടോ. നല്ല വെയിലും ചൂടുമാണ്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഇവർക്ക് കുടിക്കാനുള്ള വെള്ളങ്ങൾ കാര്യങ്ങൾ ഓരോ സംഘത്തിൻ്റെ വകയിലും ഉണ്ടാവും കേട്ടോ. കാഞ്ഞലേരി, വയക്കര, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം വെള്ളമെല്ലാം കൊടുക്കും. നമ്മളെ കാഴ്ച കാണാൻ വേണ്ടി നമ്മളെ നാട്ടിലെ ചങ്ങായിമാർ കുറേ ആളുണ്ട് ഇടാ, ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മക്കൾ അടിപൊളിയല്ലേ? എല്ലാവരും വെള്ളം മുണ്ടെല്ലാം എടുത്തിട്ട് നല്ല ലുക്കിലാന്നില്ലേ? വായി നോക്കാൻ വേണ്ടിട്ടാട്ടാ. വായി നോക്കാൻ റെഡി ആയിട്ടുണ്ട്. ക്യാപ്റ്റൻ വരുന്നുണ്ട്. ആ വരുന്ന ക്യാപ്റ്റൻ കേട്ടാ, ഇവരെ ക്യാപ്റ്റനാണ്. അരുണെന്നുണ്ട് എന്തെങ്കിലും ഇന്ന് നടക്കുവാ. വൈസ് ക്യാപ്റ്റൻ വരുന്നുണ്ട് കേട്ടാ. ഓനെ എല്ലാരും കാത്തുക്കുന്നു. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഓമനക്കാഴ്ച കാണാൻ വേണ്ടി പോക്കാന്ന്. 2-3 അനിയത്തി കുട്ടികൾ ഇവിടെ ഉണ്ട്. എന്തുണ്ട്? അടിപൊളിയല്ലേ? 30 ലിറ്റർ അടിപൊളിയായല്ലേ? എന്ത് ഉഷാറല്ലേ? മേക്കപ്പ് എല്ലാം കുറഞ്ഞു പോയാ? ഇടലില്ല അല്ലേ? അടിപൊളി. ഒരു ചൊട്ടൊക്കെ വരും കേട്ടോ. ഇനി ചൊട്ട വെച്ചിട്ടില്ല. ഇല്ല, ചെറുതാ. ചന്ദനം വെക്കണായിരുന്നു. നമ്മളെ കണ്ട ചന്ദനം കണ്ട കാഴ്ച തുടങ്ങാനല്ലേ വരുന്നില്ല അങ്ങോട്ട്? ഓക്കെ, ബാ. എന്നാൽ കുറേ ആൾക്കാർ മുമ്പ് പോകുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ റബ്ബറാണ്. തൊട്ടപ്പുറം തന്നെ വയലാണ്. പിന്നെ വയലിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നടന്ന് അടുവപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുവപ്പുറത്താന്ന് വരും കേട്ടോ. അങ്ങനെ തടുത്ത് കാലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കാഴ്ച തുടങ്ങുന്നത്. നമ്മുടെ ചങ്ങായി ധനേഷ്, ഇവൻ സ്ഥിരമായിട്ട് കാഴ്ച എടുക്കുന്നതാണ്. ഇവരെല്ലാം കാഴ്ച എടുക്കുന്ന ആൾക്കാരാട്ടോ. 10 എടുക്കും കേട്ടോ. ആ എന്നിട്ട് ചേട്ടാ സാറല്ലേ? അടിപൊളി. ഉണ്ണിയേട്ടാ സാറല്ലേ? ഇതാണ് തടത്തിൽക്കാവ് കേട്ടോ. ഓമനക്കാഴ്ച ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥലമാണ്. എത്ര സ്ഥലത്ത് ഓമനക്കാഴ്ചയില്? ഒന്ന് തടത്തിൽക്കാവ് ഫസ്റ്റ്. തടത്തിൽക്കാവ്, പിന്നെ നരലൂർക്കുണ്ട്, പിന്നെ മടപ്പുര, പിന്നെ തയ്യാൾപ്പ്, കുന്നുമത്ത് മടപ്പുര. ഇങ്ങനെ 4 സ്ഥലത്ത് നിന്ന് 5 മൊത്തം 5 തയ്യാൾപ്പടക്കം ലാസ്റ്റ് 5 സ്ഥലത്ത് മൊത്തം 5 സ്ഥലത്ത് നിന്ന് ലാസ്റ്റ് അടുവപ്പുറത്തെത്തും. അടുവപ്പുറത്ത് പയ്യാവൂരേക്ക്. എത്ര അവിടെ ഇരുട്ടിലൊരു പുഴ നമ്മൾ അവിടെ എത്തി. പുഴ കടന്നിട്ടാണ് പോവാ. പുഴ കടന്ന് ഇരുട് പുഴ. അവിടെ നമ്മളൊന്ന് ഫ്രഷായി പിന്നെ നേരെ കുളിക്കും. എല്ലാവരും കുളിക്കുവാ? എല്ലാവരും കുളിക്കും. കുളിച്ചിട്ട് അവിടെ കൊലയെല്ലാം ഒന്ന് ശുദ്ധാക്കി കൊലയെല്ലാം വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ പോകും. അപ്പോൾ ഏകദേശം എത്ര മണിക്ക് എത്തും നമ്മൾ പയ്യാവൂര്? 4:30-5 മണി ആ സമയത്ത് 5 മണിയാകുമ്പോഴേക്ക് എത്തും. പയ്യാവൂർ. എന്നുണ്ട് പ്രിയ ചേട്ടാ? സാറല്ലേ? കാഴ്ച എടുക്കുക എല്ലാം എടുക്കല്ലേ? എല്ലാം എടുക്കലുണ്ട് കേട്ടാ. എന്നുണ്ട് സാറല്ലേ? ഈ കാവിൻ്റെ സൈഡിൽ തന്നെ ഒരു കുണ്ട് വെച്ചിട്ട് ഇവിടെയാണ് വാഴക്കൊലകൾ പഴുപ്പിക്കാൻ വെക്കോട്ടാ. ആൾക്കാരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം കാഴ്ച എടുക്കേണ്ട സമയമായിട്ടാ.
ഇതാ അങ്ങനെ ഒരു ഓമന കാഴ്ച വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് ഓമന കാഴ്ച ഇതിലൂടെ വന്നിട്ട് ഇതാ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒരുമിച്ചാവും കേട്ടോ. മൂന്നാമത്തെ കാഴ്ച ഇതാ വരുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ കാഴ്ച വരുന്നുണ്ട്. നമ്മളെ 1ഉം 2ഉം കാഴ്ച ഇതാ അങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടും കേട്ടോ. ഇനി ഇവരും കൂടി അവരപ്പുറം ചേരും. ഇത് മടപ്പുറക്കുന്ന് വരുന്നോ. നീ അടക്കാൻ പോകും. അല്ല അത് ഞാൻ പോൺസിന്റെ അതായിട്ട് അത് കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ രണ്ടാൾ
നമ്മൾ ഓമനൊക്കെ അയച്ചത് അടുവപ്പുറത്ത് എത്താൻ വേണ്ടി പോകുന്ന കേട്ടോ. ഞായറാഴ്ചയാണ്, നല്ല തിരക്കാണ്, നല്ല വെയിലും ചൂടെല്ലാം ഉണ്ട്. കാഴ്ച ഇപ്പം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞിക്കണ്ണ സ്മാരക ഗ്രന്ഥാലയം അടുവാപ്പുറം. അപ്പോൾ കാഴ്ചക്കാരിവിടെ എത്തുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിങ്ങോട്ടാ. എന്താ പടക്കെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇവിടെ കാഴ്ചക്ക് വരുന്ന എല്ലാവർക്കും പാനവെള്ളം ഉണ്ട് കേട്ടോ. ഇതാട്ടോ പാനവെള്ളം. നിങ്ങൾ കുടിച്ചാ? നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചാട്ടാ. കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നത്. എല്ലാവരും വന്നിങ്ങനെ നേരത്തെ അമ്മ വീട്ടിലല്ലേ, വീട്ടിൽ അമ്മമ്മട്ടൊക്കെയല്ലേ. ഇതെല്ലാവരും പാനവെള്ളം കുടിക്കുന്ന തിരക്കിലാട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും പാനവെള്ളം ഉണ്ട്. വരുന്ന ആൾക്കാരിലും കുപ്പിയിൽ പാനവെള്ളം വാങ്ങുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്, പ്രായമുള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. എവിടെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രസമുണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ഞാനിവിടെ ആളെടുക്കുന്നുണ്ട്. എവിടെ വസ്ത്രമാണത് അങ്ങോട്ടേ നോക്കും. എന്നാ വരുന്നതാണ്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ശരിയാ നിങ്ങൾ ഇപ്രാവശ്യം അർത്ഥമില്ല. എന്നാ ശരി, അവിടെ നിന്നാണോ? ഓക്കെ. ആ
ആ ആ നിങ്ങൾക്കാ എത്തില്ല രാവിലെ ഇല്ല